സുധാകരൻ ഡൽഹിയിൽ നിന്ന് തിരികെ പോകുന്നതിൽ മറ്റ് അസ്വാഭാവികത ഒന്നുമില്ല. നാട്ടിൽ പരിപാടി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം പോകുന്നത് എന്നാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. പക്ഷേ ഒരു സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിലെ അദ്ദേഹം പറയുന്നത് കണ്ണൂർ എന്നത് തന്റെ ഹൃദയ രക്തമാണ്, കണ്ണൂർ എൻ്റെ ഹൃദയ രക്തമാണെന്ന് സുധാകരൻ പറയുന്നു. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും മേൽവിലാസമാണ്. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നും ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ താൻ മുന്നിൽ നിന്ന് പൊരുതി. ഇതൊക്കെയാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിലാപങ്ങൾ ഉയർന്ന മണ്ണിൽ സുധാകരൻ തല ഉയർത്തി നിൽക്കും എന്നും FB പോസ്റ്റിൽ പറയുന്നു. തനിക്ക് കണ്ണൂരിനെയും കണ്ണൂരിനെ തന്നെയും അറിയാം. സുധാകരൻ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയും എന്നാൽ അത് ആ അവസരം നിഷേധിക്കുകയും ചെയ്തതിലുള്ള പ്രതിഷേധമായി സുധാകരൻ ഡൽഹിയിൽ നിന്ന് ക്ഷോഭിച്ചു മടങ്ങി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിന് പിന്നാലെയാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഏതാണ്ട് 4 മിനിറ്റ് മുൻപ് സുധാകരൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കണ്ണൂർ എന്നത് എൻ്റെ ഹൃദയരക്തമാണ് എന്ന വരിയിൽ വാചകത്തിൽ തുടങ്ങുന്നതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എൻ്റെ മേൽവിലാസവുമാണ്. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എൻ്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപയോഗിക്കുന്നത് കണ്ട് നിൽക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ ത്യാഗത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് കണ്ണൂരും സുധാകരൻ തമ്മിലുള്ള ഹൃദയബന്ധം സൂചിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സുധാകരന് കടുത്ത അതൃപ്തിയുണ്ട്. അദ്ദേഹത്തിന് മത്സര സാധ്യത തള്ളിക്കളഞ്ഞാൽ, ആ അവസരം നിഷേധിച്ചാൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിനീത, സുധാകരൻ ക്ഷോഭിച്ച് ഡൽഹിയിൽ നിന്ന് മടങ്ങി. അദ്ദേഹത്തിന് ഇത്തവണ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്ന കണ്ണൂരിൽ ആ അവസരം നിഷേധിക്കപ്പെട്ടതിലുള്ള പ്രതിഷേധമായിട്ടാണ് ചർച്ചകളൊന്നും പൂർത്തിയാക്കാൻ നിൽക്കാതെ കണ്ണൂരിലേക്ക് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞത് നാട്ടിൽ പരിപാടി ഉള്ളതുകൊണ്ട് മടങ്ങി, മറ്റ് അതൃപ്തിയൊന്നും സുധാകരൻ ഇല്ല എന്നാണ്. പക്ഷേ അതൃപ്തി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഇപ്പോൾ സുധാകരൻ ഇട്ടിരിക്കുന്ന FB പോസ്റ്റ്? അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സുധാകരന്റെ പ്രതികരണം അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. കണ്ണൂർ തന്റെ ഹൃദയ രക്തമെന്നാണ് സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും തന്റെ മേൽവിലാസമാണെന്നും സുധാകരൻ പ്രതികരിച്ചിട്ടുണ്ട്. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നും ഒപ്പം ബോംബിൽ നിന്നും തള്ളക്കുഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെയാണ് താൻ മുന്നിൽ നിന്ന് പൊരുതിയതെന്നാണ് ഈ വിഷയത്തിൽ സുധാകരൻ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. സുധാകരന്റെ പ്രതികരണത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള അതൃപ്തി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ വിലാപങ്ങൾ ഉയർന്ന മണ്ണിൽ സുധാകരൻ തലയുയർത്തി നിൽക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. തനിക്ക് കണ്ണൂരിനെയും കണ്ണൂരിനെ തന്നെയും അറിയാമെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. വലിയ അതിർത്തിയിൽ തന്നെയാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മടങ്ങിയതെന്നുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ സുധാകരന്റെ പ്രതികരണം അദ്ദേഹം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയും വെല്ലുവിളിയും MP-മാർ മത്സര സന്നദ്ധത അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണോ? അപ്പൊ അതിലൊരു കേസാണല്ലോ സുധാകരന്റേത്. ഇപ്പോൾ ശിവഗിരി മഠം ആവശ്യപ്പെടുന്നത് അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരരംഗത്തുണ്ടാകണം എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈ MP-മാർ മത്സരരംഗത്തേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പവും തലവേദനയും ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായും GK, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ആദ്യം തന്നെ അദ്ദേഹം മത്സരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അതിന് പിന്നാലെ തന്നെ ചില MP-മാർ അടൂർ പ്രകാശ്, MK രാഘവൻ അടക്കമുള്ള MP-മാർ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും അവർ മത്സര സന്നദ്ധത അറിയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ വലിയ ഒരു അതിർത്തി തന്നെയാണ് നിലവിലുള്ളത്. ഒരുപക്ഷെ സുധാകരന് ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണ് എങ്കിൽ മറ്റുള്ളവർക്കും അത്തരത്തിലേക്കുള്ള ഒരു ഇളവ് നൽകേണ്ടി വരില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ സണ്ണി ജോസഫ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ തന്നെ അക്കാര്യത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പിന്നാലെയാണ് അദ്ദേഹം ഇന്നലെ രാത്രിയോടുകൂടി ഡൽഹിയിൽ നിന്ന് മടങ്ങിയത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അദ്ദേഹം വലിയ അതിർത്തിയിൽ തന്നെയാണ് മടങ്ങിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ സണ്ണി ജോസഫ് തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഈ MP-മാരെ സംബന്ധിച്ചിടത്തോളം ശനി ഞായർ ദിവസങ്ങളിലൊക്കെ അവരുടെ മണ്ഡലങ്ങളിൽ മറ്റ് പരിപാടികളുണ്ട്. അത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ പോയതായിരിക്കാം. അദ്ദേഹത്തിന് അതിർത്തിയില്ല, അതിർത്തി ഉണ്ടെന്നുള്ള വാർത്തകൾ തള്ളി രമേശ് ചെന്നിത്തലയും ഒക്കെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ട പട്ടിക
പട്ടികയിൽ 31 സ്ഥാനാർത്ഥികളുടെ പേരുകൾ അംഗീകരിച്ചു. അതിനുശേഷമുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ എംപിമാരുടെ സമ്മർദ്ദമുള്ളത്. അത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതിൽ ആർക്ക് ഇളവ് നൽകും? ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുധാകരൻ ഒരുപക്ഷെ ഇളവ് നൽകുകയാണ് എങ്കിൽ നിലവിൽ സന്നദ്ധത അറിയിച്ച എംപിമാർക്ക് കൂടി അത്തരത്തിലേക്ക് ഒരു ഇളവ് ബാധകമാവില്ലേ അടക്കമുള്ള ചില ചോദ്യങ്ങൾ കൂടിയാണ് നേതാക്കൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഹൈക്കമാൻഡിന് വിട്ടിരിക്കുകയാണെന്നും ഹൈക്കമാൻഡ് ഇതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കട്ടെ എന്നുമാണ് KPCC അധ്യക്ഷൻ ഇന്നലെ സുധാകരനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നാലെ അദ്ദേഹം പോവുകയും ഇപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അതിർത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും കണ്ണൂരും അദ്ദേഹവുമായുള്ള ബന്ധം അത് എങ്ങനെയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത, ഇപ്പോൾ കെ സുധാകരന്റെ ആവശ്യം മത്സരിക്കാൻ അദ്ദേഹം സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. പിന്നാലെ അദ്ദേഹം മത്സരിക്കാൻ എത്തും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ എംപിമാരാരും തന്നെ ഇത്തവണ മത്സരരംഗത്തേക്ക് ഇറങ്ങേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ടോ? ഇതിനോടുള്ള പിണക്കമാണോ കെ സുധാകരൻ്റെ? അതോ ഏതാനും ചിലരെ മാത്രം മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു, എന്നാൽ ആ പട്ടികയിൽ കെ സുധാകരൻ ഇല്ല, അങ്ങനെയാണോ സംഭവങ്ങൾ? നിലവിൽ എംപിമാർ ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് KPCCയുടെ നിലപാട്. അക്കാര്യം ഹൈക്കമാൻഡിന്റെയും അറിയിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ ഹൈക്കമാൻഡ് അത്തരത്തിലേക്കുള്ള ഒരു നിലപാടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗമൊക്കെ ചേർന്നതിന് ശേഷം മധുസൂദൻ മിസ്ത്രി തന്നെ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. എംപിമാർ ചിത്രത്തിലേ ഇല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. പക്ഷെ താൻ മത്സരിക്കുമെന്ന സുധാകരൻ പരസ്യ പ്രസ്താവനയൊക്കെ തന്നെ നടത്തുകയും അദ്ദേഹം പരസ്യമായി തന്നെ അക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ എംപിമാർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ള നേതാക്കളുടെ തീരുമാനം ഒക്കെ തന്നെ പുറത്തുവരികയും അതിനുശേഷം സുധാകരനെ പിന്തുണച്ചുകൊണ്ട് തന്നെ ചില പോസ്റ്ററുകളൊക്കെ തന്നെ രംഗത്തെത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം പോസ്റ്ററുകൾ കൂടി പ്രത്യക്ഷപ്പെട്ടതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തലവേദനയിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. ഈ സൂചിപ്പിച്ചതുപോലെ 5 എംപിമാർ ഇതിനോടകം തന്നെ സന്നദ്ധത അറിയിച്ചു എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ഉണ്ട്. ഒപ്പം തന്നെ അതിൽ ആർക്കെങ്കിലും ഒരു ഇളവ് നൽകുകയാണ് എങ്കിൽ മറ്റുള്ളവർക്കും അത്തരത്തിലേക്കുള്ള ഒരു ഇളവ് ബാധകമാകില്ലെന്ന് അടക്കമുള്ള ചില ചോദ്യങ്ങൾ നേരത്തെ തന്നെ എംപിമാർ അടക്കം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ വലിയ ഒരു ആശയക്കുഴപ്പവും അത്തരത്തിലേക്കുള്ള തലവേദനയിലേക്കും ഒക്കെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ശരി, അതായത് വിനീത, ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ കെ സുധാകരൻ മടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രതിഷേധമൊന്നുമില്ല, നാട്ടിൽ ചില പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് ഈ കെ സുധാകരൻ മടങ്ങിയത് എന്നാണ്. ഇപ്പോൾ VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയിട്ടുള്ള കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ അവിടെ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരെയൊക്കെ പരിഗണിക്കണമെന്ന കാര്യങ്ങളിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ കെ സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവിൻ്റെ സാന്നിധ്യം അനിവാര്യമായ ഒരു സമയം കൂടിയാണ് അവിടെ. അപ്പോൾ നാട്ടിലൊരു പരിപാടി ഉണ്ടെന്ന് കാരണം പറഞ്ഞ് പോകേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ഒരു സംഭവമല്ലല്ലോ ഡൽഹിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കെ സുധാകരന്റെ ഈ പ്രതിഷേധമൊക്കെ നേതൃത്വം വലിയ കാര്യമായി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ വിനീത? തീർച്ചയായും നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ഇത്തരത്തിലേക്ക് ഇടഞ്ഞു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു അതിർത്തിയുമായി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അത് ഈ തുടർ ചർച്ചകളെ അടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വലിയ അതിർത്തിയിൽ തന്നെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിർത്തിയില്ല എന്നൊക്കെ നേതാക്കൾ പലകുറി ആവർത്തിക്കുമ്പോഴും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് അടക്കം അത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ വ്യക്തമാണ്. ഒപ്പം തന്നെ ഇന്നലെ അദ്ദേഹവുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുമുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലേക്ക് സംസാരിച്ചപ്പോഴും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് അടക്കം വലിയ അതിർത്തിയിൽ തന്നെയാണ് സുധാകരൻ മടങ്ങിയിരിക്കുന്നത്. ജിക്ക് സൂചിപ്പിച്ചതുപോലെ ഇന്ന് പാർലമെന്റ് നടക്കുകയാണ്. ഈ പാർലമെന്റിൽ പോലും പങ്കെടുക്കാതെയാണ് സുധാകരൻ തിരികെ കണ്ണൂരിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം കണ്ണൂരിൽ ചില പരിപാടികളിലൊക്കെ പങ്കെടുക്കാനായി ആണ് അവിടെ എത്തിയതെന്ന് പറയുമ്പോഴും കണ്ണൂരിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം കൂടി വന്നിരിക്കുന്നത്. കണ്ണൂരും അദ്ദേഹവും തമ്മിലുള്ള ഒരു ബന്ധം അത് എങ്ങനെയാണ് എന്നും കണ്ണൂരിലെ കോൺഗ്രസിനെ താൻ എങ്ങനെയാണ് മുന്നോട്ട് നയിച്ചതെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഈ തുടർ ചർച്ചകളെ അടക്കം ഇക്കാര്യം ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ നേരത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നൊക്കെ തന്നെ മാറി നിൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയാണ് എങ്കിൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കണമെന്നൊരു ആവശ്യം സുധാകരൻ നേരത്തെ തന്നെ മുന്നോട്ട് വച്ചിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ, ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ സുധാകരൻ പക്ഷത്തിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ലഭ്യമായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ അത് പരിഗണിക്കാമെന്ന് പറയുകയും പിന്നാലെ ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന ഘട്ടത്തിൽ സുധാകരനെ തഴയുകയും ചെയ്തു. അതിൽ അദ്ദേഹത്തിന് വലിയ അതിർത്തി എന്നാണ് നമ്മൾ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൽ ഈ നേതൃത്വം പറയുന്നത് ഒരാൾക്ക് അത്തരത്തിലേക്കൊരു ഇളവ് നൽകുകയാണ് എങ്കിൽ അതേ
ഇളവ് നിലവിൽ സന്നദ്ധത അറിയിച്ചിരിക്കുന്ന അടൂർ പ്രകാശ് അടക്കമുള്ളവർക്ക് കൂടി നൽകേണ്ടതുണ്ടല്ലോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ എംപിമാർ രാജിവെച്ച് വീണ്ടും അവർ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ മറ്റൊരു ഏതായാലും വിനീത, കോൺഗ്രസ് നേതൃത്വത്തെ അങ്കലാപ്പിലാക്കുന്ന, അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന, സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എംപിമാരിൽ നിന്നുണ്ടായിരിക്കുന്നത്. എംപിമാരിൽ ഭൂരിഭാഗം പേരും മത്സരിക്കാൻ സന്നദ്ധത അറിയിക്കുന്നു. താൻ സ്ഥാനാർത്ഥിയാകുമെന്ന് കെ സുധാകരനെ പോലൊരാൾ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ആ സാധ്യത അടയുമ്പോൾ, ആ സാധ്യതയുടെ വാതിലുകൾ അടയുമ്പോൾ കെ സുധാകരൻ ക്ഷുഭിതനായി നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. വലിയ അതൃപ്തിയിലാണ് കെ സുധാകരൻ ഡൽഹിയിൽ മറ്റ് ചർച്ചകളുടെ ഭാഗമാകാതെ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത്. പാർലമെന്റ് സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെയാണ് കെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങിയിരിക്കുന്നത്. അതൃപ്തിയോ അസംതൃപ്തിയോ ഒന്നുമല്ല, ഇത് നാട്ടിലെ ചില പരിപാടികളിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് കെ സുധാകരൻ മടങ്ങി എന്ന വിശദീകരണമാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത്. എന്താണ് കണ്ണൂരിലെ സാഹചര്യം എന്ന് നോക്കാം. അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കണ്ണൂരിൽ നിന്ന്. അജീഷ്, കെ സുധാകരൻ വളരെ വൈകാരികമായ ഒരു FB പോസ്റ്റ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അതിൽ കണ്ണൂരിലെ രാഷ്ട്രീയവുമായി അദ്ദേഹത്തിനുള്ള അടുപ്പം, അതിൻ്റെ തീവ്രത, താൻ നേരിട്ട പ്രതിസന്ധികൾ, അനുഭവിച്ച പ്രശ്നങ്ങൾ, നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ, ഇതൊക്കെ വിശദീകരിക്കുന്ന ഒരു FB പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ കണ്ണൂരിൽ മത്സരിക്കാൻ അവസരം കിട്ടാത്തതിലെ ഒരു പിണക്കം അദ്ദേഹത്തിനുണ്ടെന്ന് വ്യക്തമാണ് ഈ FB പോസ്റ്റിലൂടെ. ഇനിയിപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞ നാട്ടിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കെ സുധാകരൻ ധൃതി പിടിച്ചിപ്പോൾ ഡൽഹിയിൽ നിന്ന് മടങ്ങിയത്, അല്ലാതെ പ്രതിഷേധമൊന്നുമല്ല എന്നാണ്. നാട്ടിൽ അങ്ങനെ സുധാകരൻ പങ്കെടുക്കേണ്ട പരിപാടി ഉണ്ടോ കണ്ണൂർ? എന്തായാലും KPCC പ്രസിഡന്റ് പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കെ സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിലാണ്. അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ തന്നെ തുടരുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ ഒരുപാട് അദ്ദേഹത്തിന്റെ അനുയായികൾ ഈ കണ്ണൂരിലെ വീട്ടിൽ എത്തുന്നുണ്ട്. നമ്മളിപ്പോൾ അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ആളുകളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നുള്ളൊരു കാര്യം വ്യക്തതയല്ല. എന്തായാലും നമ്മളിവിടെ നിൽക്കുമ്പോഴാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തേക്ക് വരുന്നത്. കണ്ണൂരിനോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്ന വൈകാരികമായിട്ടുള്ളൊരു കുറിപ്പാണ് ആ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പുറത്തുവിട്ടത്. എന്തായാലും ഈ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ കെ സുധാകരനെ കാണാനായിട്ട് ഈ വീടിന് മുന്നിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരും ഈ വീടിന് മുന്നിൽ എത്തുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇവിടുത്തെ പ്രാദേശിക നേതാക്കളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മനസ്സിലാക്കുന്നത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തിന് അന്ന് മത്സരിക്കാൻ സന്നദ്ധ അല്ലെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ നിൽക്കാനാണ് താല്പര്യമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ അന്ന് ഈ ഹൈക്കമാൻഡ് നൽകിയ ഒരു ഉറപ്പെന്ന് പറയുന്നത് ഈ അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് കണ്ണൂരിൽ മത്സരിക്കാനുള്ള ഒരു അവസരം നൽകാം എന്നൊരു ഉറപ്പ് ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും കണ്ണൂരിൽ മത്സരിക്കാൻ സന്നദ്ധനായത്. പക്ഷേ അത് ഇത്തവണ പാലിക്കാത്തതിനുള്ള ഒരു കടുത്ത അമർഷം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടക്കത്തിൽ അദ്ദേഹത്തിനോട് നേതൃത്വം ഈ മത്സരിക്കാൻ സന്നദ്ധമാണെന്ന്, അല്ലെങ്കിൽ മത്സരിക്കാൻ ഒരു അവസരം നൽകാമെന്നുള്ളൊരു വാക്കൊക്കെ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ മാധ്യമപ്രവർത്തകർ കണ്ണൂരിൽ ഉണ്ടാകുമോ, മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം താൻ തന്നെ മത്സരിക്കും, കണ്ണൂരിൽ ഉണ്ടാകുമെന്നുള്ള ഉറച്ച് തുറന്നു പറഞ്ഞത്. പക്ഷേ അതിനുശേഷം വീണ്ടും ഡൽഹിയിലെത്തിയപ്പോൾ കാര്യങ്ങൾ മറിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ അതൃപ്തി അദ്ദേഹത്തിനുണ്ട്, കടുത്ത അമർഷമുണ്ട്. പല അനുയായികളും അദ്ദേഹത്തിന്റെ എതിർപ്പ് അറിയിക്കുന്നുണ്ട്. പിന്നിൽ നിർത്തി മുന്നിൽ നിന്ന കേസിനെ ഒരു അപമാനിക്കുന്ന രീതിയിലേക്ക് നേതൃത്വം പോകുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ വാക്കാണ്. കണ്ണൂർ ജില്ലയിലായാലും കേരളത്തിലായാലും കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രവർത്തകന്മാരുടെ വികാരം അദ്ദേഹത്തിന്റെ വികാരമാണ്. ആ വികാരത്തിന്റെ പരം കണ്ണൂർ ജില്ലയിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാർ ഉണ്ടാകുമെന്നാണ് എന്നെ പോലുള്ളവർക്ക് പറയാനുള്ളത്. അതെ, അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ചില ആളുകൾ. ചില വലിയ നേതൃത്വത്തിലെത്തിയവർ അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങളെ മറന്നുകൊണ്ട് അദ്ദേഹത്തെ തന്നെ അപമാനിക്കാനും അദ്ദേഹത്തെ വളരെ ജനങ്ങളുടെ ഇടയിൽ ഒരു അധികാരമോഹിയായി ചിത്രീകരിക്കുന്ന രീതിയിലേക്കുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിനെതിരെ ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാർ അരയും തലയും മുക്കി ഇതാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ പട്ടികയിൽ എന്ത് തന്നെയാലും നേതൃത്വം മാറ്റം വരുത്തേണ്ടി വരും. അത്രയും ജനങ്ങളുടെ സുധാകരന്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരു സാധാരണ ജനങ്ങളാണ്. അവിടെ രാഷ്ട്രീയമില്ല, കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ BJP ഒന്നും ഇല്ലാതെ സകലമാന ജനങ്ങളും അദ്ദേഹത്തിന്റെ പിന്നിലാണ്. സാധാരണക്കാർ അദ്ദേഹത്തിന് പിന്നിലിരിക്കാൻ കാരണം നിങ്ങൾക്കറിയോ, ഈ വീട്ടുമുറ്റത്ത് അദ്ദേഹം MP ആയിരുന്ന സമയത്തും MP അല്ലായിരുന്ന സമയത്തും MLA ആയിരുന്ന സമയത്ത് നൂറുകണക്കിന് ആളുകൾ ഈ വീട്ടുമുറ്റത്ത് ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ ഏത് നേതാക്കന്മാരെ വീട്ടുമുറ്റത്താണ് ഇത്രയും ആൾക്കാർ കാണുക?
അദ്ദേഹം ചെയ്തു കൊടുക്കുക. ആത്മവിശ്വാസം കൊണ്ടല്ലേ പോകുന്നത്. സുധാകരൻ ഇല്ലെങ്കിൽ ഇനി എന്താണ് തുടർന്ന് നിങ്ങളുടെ നീക്കം? സുധാകരൻ അങ്ങനെ കെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങിയപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് ഒരു തരത്തിലുള്ള പ്രതിഷേധവുമില്ല, നാട്ടിൽ പരിപാടികളുള്ളത് കൊണ്ട് അദ്ദേഹം മടങ്ങിയെന്നാണ്. കണ്ണൂരിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇന്ന് പങ്കെടുക്കേണ്ടതായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അദ്ദേഹം കണ്ണൂരിലെ വസതിയിലുണ്ട്, അവിടെ അദ്ദേഹത്തിന്റെ അനുയായികൾ കൂടിയിട്ടുണ്ട്. അവരുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കെ സുധാകരൻ ഇതിനോടകം തന്നെ വളരെ വൈകാരികമായ കണ്ണൂരിനോടുള്ള തന്റെ അടുപ്പം വിവരിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ തുടങ്ങുന്നു: കണ്ണൂർ എന്നത് എൻ്റെ ഹൃദയരക്തമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എൻ്റെ മേൽവിലാസവുമാണ്. കല്ലിൽ നിന്നും, കത്തിയിൽ നിന്നും, അരിവാളിൽ നിന്നും, ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എൻ്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാവാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. ഞാൻ ഉണരുമ്പോൾ എൻ്റെ കണ്ണിൽ തെളിയുന്നത് ജീവനും രക്തവും നൽകി നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പടുത്ത നമ്മുടെ പാർട്ടിയുടെ സ്വപ്നങ്ങളാണ്. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഉൾക്കണ്ണിൽ തെളിഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നരനായാട്ട് നടത്തി കൊലപ്പെടുത്തിയ എൻ്റെ സഹപ്രവർത്തകരുടെ ചേതനയേറ്റ മുഖവുമാണ്. കണ്ണൂർ ഹൃദയരക്തം ഇറ്റുവീണ നമ്മുടെ മണ്ണാണ്. പൊരുതി വിജയിച്ച കോൺഗ്രസുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിനു വേണ്ടി കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റ് കെ സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും. എൻ്റെ ചോരയും വിയർപ്പും വീണ മണ്ണിൽ, എൻ്റെ സഹപ്രവർത്തകരുടെ ചോര വീണ മണ്ണിൽ, ഉറ്റവരെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചങ്കു പിളർന്ന വിലാപങ്ങൾ ഉയർന്ന മണ്ണിൽ കെ സുധാകരൻ തല ഉയർത്തി നിൽക്കും. എൻ്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ എൻ്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. എൻ്റെ കൈപിടിച്ച് വളർന്നവരും പ്രവർത്തിച്ചവരുമാണ് ഇന്ന് കണ്ണൂരിൽ ഓരോ നേതാക്കളും. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും, പക്ഷേ എനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. ഇങ്ങനെ വളരെ വൈകാരികമായ ഒരു FB പോസ്റ്റാണ് കെ സുധാകരൻ MP ഇട്ടിരിക്കുന്നത്. അദ്ദേഹം കണ്ണൂരിൽ മത്സരരംഗത്തുണ്ടാകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു പൊതു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എത്തുന്ന പശ്ചാത്തലത്തിലാണ് ക്ഷോഭിച്ച് തന്റെ വിയോജിപ്പും അതൃപ്തിയും ഒക്കെ പ്രകടമാക്കിക്കൊണ്ട് കെ സുധാകരൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് തിരികെ കണ്ണൂരിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പ്രതിഷേധം ഏതെങ്കിലും തരത്തിൽ തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് കണ്ണൂരിൽ കെ സുധാകരന്റെ വീട്ടിന് മുന്നിൽ കണ്ട ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത്.